സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യ മാന്യാ വിഹീന്ദ്രാദി മൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീങ്കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാർ അബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 ഒത്തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം തും നമാമി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപ, ശാന്തി, സമാധാനം, എല്ലാ നന്മകളും, ആയുസ്സും ആരോഗ്യവും രോഗശാന്തി എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. താര മനോജ്, നമസ്തേ മക്കളെ. എല്ലാവർക്കും നല്ല നല്ല കമൻസുകളൊക്കെ ഉണ്ട്, ഭഗവാനിൽ അർപ്പിക്കുന്നു. താര മനോജ്, ഗീതാ നായർ, നിർമ്മല പവിത്രൻ, ആനന്ദം ഉണ്ടാകുന്ന പ്രാർത്ഥനയിൽ രമിക്കാം. അങ്ങനെ മക്കളെ ഭക്തി വർദ്ധിക്കട്ടെ. വിജി ബിജു, നമസ്കാരം മക്കളെ. കൃപയും സ്നേഹവും എല്ലാം ഭഗവാൻ തരും. സുലോചന, അഖിൽ, അത് എല്ലാം ഭഗവാന്റെ കൃപ മക്കളെ. അതും ഇതുപോലെ എല്ലാ കമൻസും ഞാൻ ഭഗവാൻ അർപ്പിച്ചു. നല്ല കമൻസ്. പ്രസന്ന, നമസ്കാരം മക്കളെ. ജഗദമ്മ, അതും നല്ല എന്താ പറയുക, എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു മക്കളെ. ഭഗവാന്റെ കൃപ അല്ല, എൻ്റെ കഴിവൊന്നും അല്ല, എല്ലാം ഈശ്വരൻ. കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും എല്ലാം ഏകമായ പരബ്രഹ്മം തന്നെയാണല്ലോ. അത് അല്ലാതെ നമുക്ക് ആർക്കും ഒരു കഴിവും ഇല്ല. രുക്മിണി മോഹൻ, ഹരേ കൃഷ്ണ. മക്കളെ എല്ലാവർക്കും എൻ്റെ എന്താ പറയുക, എല്ലാവരുടെയും കമൻസുകൾ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ജയ, അനിൽ, സന്തോഷം മക്കളെ. ശ്രീല, നമസ്കാരം. നിർമ്മല രമേഷ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇനി ഇതിൽ പറയാത്ത ഒരുപാട് മക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമവും എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം. കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബത കളയരുതാരും മരണം വരുമിനി എന്നു നിനഞ്ചിഹ മരുവുക സതതം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. കാണുന്നു ചിലർ പലതും ഉപായം, കാണുന്നില്ല മരിക്കുമിതെന്നും. കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നീ കാണൂ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കിമപി വിചാരിച്ചിടുകിൽ മാനുഷ ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം ബത. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മം മേലിൽ സുഖ ദുഃഖത്തിനു കാരണം. സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നൊഴിയാകുവതെന്നിടകെണ്ട വന്നാല് മഭടർ. നാരായണ ജയ നാരായണ ജയ
നാരായണ ജയ നാരായണ ജയ നാരായണ. കൂപേ വീണുഴലുന്നതുപോലെ ഗേഹേ വാണുഴലുന്ന ജനാന ആപൽഗണം അകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കെട്ടുകളായതു കർമ്മം പുരുഷനു കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. കെട്ടുകളോ ഫലഭുക്ത്യാ തീരും കെണ്ടായിനിയും. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കേൾക്കണം എളുതായുണ്ടു രഹസ്യം ദുഷ്കൃതവും നിജസുഹൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിൽ ആക്കുക സതതം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കയ്യിൽ വരുന്നതു കൊണ്ടു ദിനങ്ങൾ കഴിക്കാ ഫലം പുനരിഞ്ചിക്കൊല്ല. കൈവരുമാകിലും ഇന്ദ്രന്റെ പദമെന്തിനു തുച്ഛം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാ ദൃഢം. അടിമലർ തൊഴുകിലോരിച്ചാഹീനം മുക്തന്മാരവർ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കൗതുകമൊന്നിലുമില്ലിനി മഹതാം ഭഗവൽ ഭക്തന്മാരോടു കൂടി ഭഗവൽ ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കരുണാകരനാം ശ്രീനാരായണൻ അരുളിടും നിജ സായുജ്യത്തെ. ഒരു ഫലമുണ്ടോ 10,000 ഒരു ചത്തു പിറന്നാൽ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിയാവച്ചേൻ. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമാം. നാരായണ ജയ ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിയാവച്ചേൻ. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. തൊണ്ട ഒട്ടും വയ്യ, വിറയ്ക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഉദ്ധവദൂതാണ് മക്കളെ വായിച്ചത്. ഉദ്ധവര് എങ്ങനെയുള്ള ഉദ്ധവരാ? പരമഭക്തനാ. ഭഗവാന് വലിയ ഇഷ്ടം, ഭഗവാന്റെ ജീവനേക്കാൾ ഏറെ ഇഷ്ടം ഈ ഉദ്ധവരോടാണ്. അതുകൊണ്ട് ബുദ്ധിയും ശുദ്ധിയും ജീവജന്തുക്കൾക്ക് കൃപയുണ്ട്. കൃപ വേണം എല്ലാവർക്കും. ഈ മറ്റു ജീവനോടുള്ള ഒരു കൃപ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് അറിയാം നമ്മളെപ്പോലാണ് അവർ, നമ്മൾ അവരെ വേദനിപ്പിക്കരുത്. അതുകൊണ്ട് ഇവിടെ 3 അവസ്ഥ ഈശ്വരൻ ഏകനാണെങ്കിലും രജോ ഗുണവും സാത്വഗുണവും തമോ ഗുണവും എടുത്തേക്കുവാണ്. ഇതെല്ലാം ഈ ഭൂമിയിൽ വേണ്ടുന്നതാണ്. അതുകൊണ്ട് മഹാവിഷ്ണു സത്വഗുണം ആയതുകൊണ്ടാണ് ഇവിടെ
എല്ലാം ഈ സസ്യാഹാരം കഴിക്കണം. ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഈ സാത്വിക ലക്ഷണത്തിനാണ് ഈ മാംസങ്ങളൊന്നും കഴിച്ചോടെന്ന് പറയുന്നത്. എന്നാൽ തമോ ഗുണം പരമാത്മാവായി പരമശിവനായി നിൽക്കുന്ന ഈശ്വരനെ, ഈ ഏകമായ ഈശ്വരൻ പരമശിവനും അങ്ങനെ അവസ്ഥകൾ മാറിയുണ്ട്. അതുകൊണ്ട് ഈ അവിടെ കൂടുതലും പരമശിവനെ പ്രാർത്ഥിക്കുന്നത് മാനവരും ദാനവന്മാരും പ്രാർത്ഥിക്കുമല്ലോ ശിവനെ. പക്ഷെ ശിവന് വേടനും വേടത്തിയായിട്ട് പോയപ്പോൾ വേടൻ കൊടുത്തത് എന്താണ്? മാംസാഹാരമാണ്. അദ്ദേഹത്തിന് എന്താ ഉള്ളത്? ഭക്തിപൂർവ്വം അത്ര സന്തോഷത്തോടെ കൊടുത്ത് ഭഗവാൻ അവരുടെ തോന്നലിൽ ചിലപ്പം കാണിച്ചതായിരിക്കാം, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. എങ്കിലും ചില ഭക്തന്മാർ മത്സ്യങ്ങൾ കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണം എൻ്റെ അമ്മ. മാംസമൊന്നും കഴിക്കത്തില്ല. കുട്ടിനാളിൽ കഴിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ അതിന് ശേഷം കഴിക്കത്തില്ല. 2-3 വർഷം കൂടുമ്പം സ്വാമി അല്പം മത്സ്യം വാങ്ങിച്ചോട്ടെ, ഒരു ദിവസത്തേക്ക് വാങ്ങിച്ചോളാൻ പറയും. അങ്ങനെ അപ്പം അതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കാത്തതുകൊണ്ട് പറയാം ഇനി നിർത്തിയ 2 ദിവസം വാങ്ങി ഇനി നിർത്തിയേക്കാൻ പറയും. അപ്പോൾ അമ്മ അത് കഴിച്ച് വളർന്നതാണ്. അമ്മ അത് മരണം വരെ അച്ഛനങ്ങ് പോയപ്പോഴും അതിനുശേഷം പിന്നെ വാങ്ങിച്ച് സ്ഥിരം കഴിച്ച് ഈ മരണം വരെയും കഴിക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് ഈശ്വരനോട് വലിയ ഈ ഉദ്ധവർക്ക് തുല്യമാണെന്ന് എനിക്ക് പറയാം. അത്ര ഭക്തിയുമായിരുന്നു. സാക്ഷാത്കരിച്ച ഒരു അമ്മയാണ്. നല്ലൊരു സന്യാസിനിയായിരുന്നു. അച്ഛൻ്റെ ശിഷ്യയായിരുന്നു. ഇതെല്ലാം കൊണ്ടിട്ട് മത്സ്യം കൂടിയിട്ട് ഒരു വിഷമവും ഈശ്വരൻ ഏകാദശിക്ക് തന്നെ അമ്മയെ വിളിച്ചോണ്ട് പോവുകയും ചെയ്ത് നല്ല പരമശുദ്ധമായ മരണവുമായിരുന്നു. അപ്പം മത്സ്യത്തിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? കർത്താവ് തന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ശിഷ്യന്മാർ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ് അവർ കുളിച്ചിട്ടിരിക്കുന്നവരെ അവർക്ക് കൈ കഴുകേണ്ട കാര്യമില്ല. പിന്നെ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നത് മറപ്പുരയിൽ പോകുമ്പോൾ അതങ്ങ് പോകും. എന്നാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത്രയും അശുദ്ധി. എന്താ? കാമവും ക്രോധവും അഹങ്കാരമുള്ള ഇങ്ങനെയുള്ള ശത്രുക്കളാണ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത്. അതാണ് അശുദ്ധി. ഒരു മനുഷ്യൻ്റെ അശുദ്ധി എന്താണ്? ഈ കൊള്ളരാത്ത കർമ്മങ്ങൾ, ദുഷ്പ്രവൃത്തികൾ, കാമങ്ങളും ക്രോധങ്ങളും അസൂയ കുശുമ്പ് ഇങ്ങനെയുള്ള അത്യാഗ്രഹം ഇങ്ങനെയൊക്കെ ഉള്ള ശത്രുക്കളാണ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതാണ് അശുദ്ധി. ഒരു മനുഷ്യനെ അശുദ്ധിയാക്കുന്നത് അങ്ങനെയാണ്. കൈ കഴുകാതെ കഴിച്ചെന്ന് കരുതിയോ അല്ല മത്സ്യം, അത് എടുത്ത് പറയുന്നില്ല, ഞാൻ പറയുന്നതാണ് മത്സ്യത്തിൻ്റെ കാര്യം. മത്സ്യം കഴിച്ചെന്ന് കരുതിയോ അത് മറപ്പുരയിൽ പോകുമ്പം അങ്ങ് ശുദ്ധി ആയിക്കൊള്ളും. പിന്നെ വ്രതശുദ്ധി വേണ്ട സമയത്ത് എടുത്താൽ മതി. അതുകൊണ്ട് എല്ലാ മക്കളോടും ഞാൻ പറയുന്നത് മത്സ്യവും കഴിച്ചേ പറ്റൂ എന്ന്. കാരണം നമുക്ക് പല നമ്മൾ മീൻ ഗുളിക കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോഴെന്താ ചെയ്യുക? ഇപ്പം ഞാൻ വരെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഈ അസ്ഥിയുടെ അസുഖത്തിന് ഉള്ളതുകൊണ്ട് കുറച്ച് നാൾ ഇങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോലും അന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടാ, ഏതോ ഒരു ഗുളിക കഴിച്ചു. പക്ഷേ പിന്നെ അറിയാതെ മീൻ ഗുളികയാണെന്ന്. ഇങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്നില്ലേ? അപ്പോൾ പിന്നെ അല്ലോ മത്സ്യം കഴിച്ചാലെന്താ? അതുകൊണ്ട് അത് മനഃപൂർവ്വമായിട്ട് അങ്ങനെ കഴിക്കേണ്ട. ഒരു അസുഖത്തിന് നമുക്ക് ഗ്യാസിൻ്റെ അസുഖങ്ങളോ ഒക്കെ നമുക്കുണ്ടെങ്കിൽ അല്പം മത്സ്യം കഴിക്കാൻ ഭഗവാൻ ഒരു വിഷമം വരത്തില്ല. എനിക്ക് ഉറപ്പാണ്. എൻ്റെ അമ്മയുടെ അനുഭവങ്ങൾ എനിക്കറിയാം. ഞാനും ഇപ്പോഴല്ലേ മതിയാക്കിയത്. അതിനുമ്പോൾ ഞാൻ കഴിച്ചില്ലേ? പരമാത്മാവായ ഈശ്വരനെ പ്രത്യക്ഷമാക്കുമ്പോഴൊക്കെ എനിക്ക് നീ അശുദ്ധിയുള്ളവളാണ്, നിനക്ക് എന്നെ കാണാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ വലിയ മൃഗങ്ങളെയൊന്നും കൊന്ന് കഴിക്കണ്ട. കൊല്ലുന്നത് പാവം. നമ്മൾ ആര് കൊന്നാലും നമ്മൾ കഴിക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്. അത് കഴിക്കാതിരിക്കും. നമുക്ക് അല്പം കൃപ വേണം. ജന്തുക്കളുടെ കൃപയാണ് ഇവിടെ പറയുന്നത്. ഉദ്ധവർക്ക് ജീവജന്തുക്കളിൽ കൃപയുണ്ട്. അത് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക. നമുക്ക് വേണ്ടി ഒരാൾ കൊല്ലുന്നത് നമ്മളത് കഴിക്കുമെങ്കിൽ അപ്പോൾ നമ്മളതിൽ പങ്ക് പറ്റുന്നു ആ ജീവന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് കഴിക്കാതിരിക്കുക. അതുകൊണ്ട് ബുദ്ധിയും ശുദ്ധിയും ജീവജന്തുക്കളിൽ കൃപ, കേവലം സമത്വം, എല്ലാവരുടെ സമത്വമായിട്ടും ഏറ്റക്കുറച്ചിലില്ലാതെ എല്ലാവരെയും ഒന്നുപോലെ കാണുക. അങ്ങനെ ദൈവവിശ്വാസം എല്ലാം ഉള്ളതുകൊണ്ട് ഭഗവാൻ പറയുന്നു, എൻ്റെ ജീവനേക്കാൾ ഏറെ ഉള്ളോ നിന്നെ സ്നേഹം എനിക്ക്. അതുകൊണ്ട് എന്ത് വേണം? ഉദ്ധവരോട് പറഞ്ഞു, വൃന്ദാവനത്തിൽ പോയി അച്ഛനെയും അമ്മയൊക്കെ കണ്ട് ഞാൻ തരുന്ന സന്ദേശം കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ് അവരെ സ്വാന്തനിപ്പിക്കണം. ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ വിട്ടിട്ടോ അദ്ദേഹം പോയതെങ്ങനെയാ? രഥത്തിൽ കയറും ഭഗവാനെ കൂടെ ഉള്ളത്തിലങ്ങ് ആക്കി. പരമാത്മാവായ ഈശ്വരൻ കൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലാക്കിക്കൊണ്ട് ആണ് പോയത്. ഒറ്റയ്ക്കല്ല പോയത്. ഭഗവാന്റെ ശരീരം അവിടെ മധുരയിലുണ്ട്. പക്ഷേ ആ ഭഗവാന്റെ ഒരു 100-ൽ പകുതി 50% കൊണ്ടെങ്കിലും ഉദ്ധവർ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അങ്ങനെയുള്ള ഭക്തനാണ്.
അതുകൊണ്ട് പോകുന്ന വഴിയിലൊക്കെ എന്തൊക്കെയാ സന്ധ്യ ആയപ്പം അദ്ദേഹം ഓരോ വീടിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്താ ഭഗവാന്റെ വർണ്ണനകൾ പാടുക, വിളക്ക് കത്തിച്ച് കൃഷ്ണൻ്റെ അവിടെ ശീലഗുണങ്ങൾ അന്നൊക്കെ അവിടെ നടന്ന സംഭവത്തുള്ള എന്തൊക്കെ പ്രവൃത്തികളാണ് കൃഷ്ണൻ ചെയ്തത് അതൊക്കെ ഓർത്ത് പാടിയും നാമം ചൊല്ലിയൊക്കെ അവരിങ്ങനെ ഓരോ വീടുകളിലും പശുവിനെ കറക്കുന്ന സൗണ്ടും ഇങ്ങനെ ഓരോ രീതിയിൽ കണ്ട് ഗോകുലത്തിൽ ചെന്നു. അപ്പോൾ നന്ദഗോപൻ എന്താ ചെയ്തത്, പെട്ടെന്ന് തന്നെ മണ്ടി ഓടി വന്ന് ഇദ്ദേഹത്തിനെ സ്വീകരിച്ച് കൊണ്ടുപോയി പാദ്യാർഘ്യാദി പൂജകളൊക്കെ ചെയ്ത് യാത്രാക്ഷീണങ്ങളൊക്കെ മാറ്റി ശയതന്മേൽ കിടത്തി എല്ലാം മാർഗഖേദം വഴിയിൽ എന്ന് വെച്ചാൽ വഴി നടന്ന് ചെന്നതല്ലേ, ആ ഖേദം യാത്രാക്ഷീണങ്ങളെല്ലാം മാറ്റി ആദരവോട് ചോദിച്ചത് എന്താ ചോദിക്കുന്നത് ഭഗവാനോ, അതായത് ഈ നന്ദഗോപര് ആർത്തി കൊണ്ടിരിക്കുക കണ്ടപ്പോഴേ ഭഗവാന്റെ കാര്യം ചോദിക്കാൻ. എങ്കിലും യാത്രാക്ഷീണങ്ങളൊക്കെ മാറ്റാതെ എടുത്തടിച്ച് ഓടി, അയ്യോ കൃഷ്ണ എൻ്റെ മകൻ എങ്ങനെയൊന്ന് ചോദിക്കുമോ, ക്ഷീണിച്ച് വന്ന ഒരാളിനോട് എല്ലാം കൊടുത്തും ഇരുത്തി സന്തോഷിപ്പിച്ച് ക്ഷീണം മാറ്റി ശയ്യതന്മേൽ കിടത്തി എല്ലാം ചെയ്തിട്ട് ആദരവോട് ചോദിക്കുകയാണ്, മമ ജീവനാകിയ വസുദേവ നന്ദനന്മാരും നന്നായി മോദപ്പൂണ്ട് വസിക്കുന്നതോ മഹാമതി. മഹാമതി എന്ന് വെച്ചാൽ ഉദ്ധവരെ, മഹാത്മാവാണ്, അത്ര നല്ല ഒരു ജ്ഞാനിയാ ഉദ്ധവരെ. അതുകൊണ്ട് മഹാമതി, എൻ്റെ ജീവനാകിയ ഭഗവാൻ ഈ നന്ദഗോപരുടെ യശോദയുടെ ജീവനാണ്, വളർത്തിയ മോനാണ്, സ്വന്തം മകനാണല്ലേ. അവർക്ക് അറിയാതെ തന്നെ സ്വന്തം മകനായിട്ട് വളർത്തിയാണ്. ആ ഒരു ഉള്ളിലെ ആ ഒരു ഖേദം ഭയങ്കര വിഷമമാണത്. പിരിഞ്ഞ് അവകാശം വേറെ അച്ഛനും അമ്മയും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയത്തിൻ്റെ ഒരു വേദന സഹിക്കാൻ പറ്റില്ല. അപ്പം മമ ജീവനാകിയ വസുദേവ നന്ദനന്മാരും നന്നായി മോദത്തെ പൂണ്ട് വസിക്കുന്നതോ മഹാമതി ചോദിച്ചു. ഇവിടെ കുഞ്ഞുങ്ങൾ നന്നായി അവിടെ കഴിയുന്നോ, സന്തോഷമുണ്ടോ അവർക്ക്? നമ്മൾ അവിടം വായിച്ച് നമുക്ക് കണ്ടു വായിക്കാം. മാമ അപ്പുറത്തെടുക്കുക, മാമ ജീവൻ ബാക്കി വിടുന്നു. മമ ജീവനാകിയ വസുദേവ നന്ദനന്മാരും നന്നായി മോദത്തെ പൂണ്ട് വസിക്കുന്നതോ മഹാമതേ. വസുദേവ നന്ദനന്മാരെന്നാണ് പറഞ്ഞത്, അതായത് ജീവനാണ്, നന്ദഗോപരുടെ യശോദ ജീവനാണ്. പക്ഷേ ഇനി വസുദേവ നന്ദൻ്റെ കുട്ടികളല്ലേ സത്യത്തിൽ. അപ്പോൾ അതത്രയും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം പൊടിയുന്നുണ്ടാവും. വസുദേവ നന്ദനന്മാർ അവിടെ അപ്പോഴും പെട്ടെന്ന് ഒരു പിതാവും മാതാവൊക്കെ വേറെ മാറുന്നത്, ഇവരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ ഇവർക്ക് ഇല്ലാത്ത ഒരവസ്ഥ, യഥാർത്ഥ രക്തബന്ധം അവിടെ കിടക്കുന്നു. ഇവർക്ക് വളർത്തിയതേ പിന്നെ വരുന്നുള്ളൂ. ഉള്ളത്തിൽ നിന്ന് എന്തോ പിടിച്ച് വലിച്ച് മാറി പോയതുപോലൊരു തോന്നലവിടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കും ഈ യശോദയ്ക്കും നന്ദഗോപർക്കും. അതുകൊണ്ട് മമ ജീവനാകിയ വസുദേവ നന്ദനന്മാരും നന്നായി മോദത്തെ പൂണ്ട് സന്തോഷത്തോടെ അവിടെ വസിക്കുന്നതോ മഹാമതേ ചോദിച്ചു. ഇതെല്ലാം അദ്ദേഹത്തിനെ ഒരുക്കി ക്ഷീണമൊക്കെ മാറ്റി നന്നായി എല്ലാം കൊടുത്ത് ആദരിച്ചിട്ടൊക്കെയാണ് പതുക്കെ ചോദിക്കുന്നതാണ്. നിർദ്ദയൻ കംസൻ തന്നാൽ ക്ലിഷ്ടമാം യദുകുലം ക്ലിഷ്ടത പോയി സുഖമായി വാണിയിടുന്നിതോ. നിർദ്ദയൻ അതായത് ദയയില്ലാത്തവൻ, ഒരു ദയ ഇല്ല കംസന്. ദയുണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ലല്ലോ. അപ്പോൾ സ്വന്തം സഹോദരിയും അളിയനെയൊക്കെ കാരാഗ്രഹത്തിലിടൂ. അപ്പോൾ നിർദ്ദയനായിരിക്കുന്ന ഈ കംസൻ കൊണ്ട് എന്തു വന്നു, ക്ലിഷ്ടമാം ദുഃഖം ഉണ്ടായി യദുകുലത്തിന്. അവിടെ എല്ലാം ഉഗ്രസേനൻ രാജാവായിരുന്നു പിതാവ്, ഉഗ്രസേനെ കൂടെ കാരാഗ്രഹത്തിലിട്ടു. അങ്ങനെയുള്ള ക്ലിഷ്ടം ദുഃഖമുള്ള ആ യദുകുലം ഇപ്പോൾ എന്തു വന്നു, കംസൻ മരിച്ചപ്പോൾ ക്ലിഷ്ടത പോയി സുഖമായി വാണിടുന്നതോ. ഇപ്പം അതൊക്കെ കംസനങ്ങ് മരിച്ചപ്പോൾ, കാരണം വധിച്ചത് കൊണ്ട് ഇപ്പോൾ അവിടെ സുഖമായല്ലോ, ദുഃഖമൊക്കെ പോയല്ലോ. ഈ നന്ദഗോപർ പറയുവാണ്, നിർദ്ദയൻ കംസൻ തന്നാൽ അയാൾ മുഖാന്തരം ക്ലിഷ്ടമായി യദുകുലം, ദുഃഖപ്പെട്ട ഈ യദുകുലം മധുരയിൽ ക്ലിഷ്ടത പോയി സുഖമായി വാണിയിടുന്നതോ. സർവ്വ ദുഃഖങ്ങളെല്ലാം പോയിട്ട് ഇപ്പോൾ സുഖമായി ആയിട്ടല്ലേ എല്ലാവരും കഴിയുന്നത് ചോദിക്കുന്നു. ഉദ്ധവരോട് ചോദിച്ചു. ശിഷ്ടരെ പീഡിപ്പിക്ക മൂലമായി കംസൻ താനും നഷ്ടമായതോ ദൈവമതം ആർക്കറിയാവൂ. ശിഷ്ടരെ പീഡിപ്പിക്കാൻ മൂലം കൊണ്ടാണല്ലോ കംസന് ഇങ്ങനെ വന്നത്, കംസന് നഷ്ടമായത്. കംസന് ആ ഭൂമിയിൽ നിന്ന് അപ്പോൾ പോവേണ്ട എന്താ വന്നേ, ശിഷ്ടരായ ഭക്തന്മാരെ പീഡിപ്പിച്ചത് കൊണ്ടാണ്. ഭക്തന്മാരായ സാധുക്കളെ മൊത്തവും അയാൾ ദുഷ്ടത്തരം കാണിച്ചതുകൊണ്ടാണ് ഇവിടെ ഇപ്പം കംസൻ അവിടെ നഷ്ടമായത്
ദൈവമതം ആർക്കറിയാവൂ? ഭഗവാന്റെ ഇംഗിതങ്ങൾ ഈശ്വരന് മാത്രമേ അറിയാവൂ. എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നെന്ന് ഇപ്പോൾ ഒരു ജഗദമ്മ തന്നെ പറയുന്നു, മകൾ പറയുന്നു, അമ്മേ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ അമ്മയ്ക്കേ പറ്റുള്ളൂ. അത് ഈശ്വരൻ്റെ നിശ്ചയമാണ് മക്കളെ. എനിക്ക് യാതൊന്നും അറിയാൻ അന്നേ ഞാൻ പറയാം, എനിക്ക് LKG പഠിത്തം പോലും എനിക്കില്ല. ഇത് പിന്നെ എനിക്ക് ഞാൻ തന്നെ എന്തൊക്കെയോ വായിച്ച് വെച്ചു എന്നല്ലാതെ യഥാർത്ഥമാണോ എന്താണെന്ന് ഈശ്വരനെ അറിയൂ. കാരണം ഗുരുമുഖത്ത് നിന്ന് പഠിച്ചൊക്കെ നമുക്ക് വിശ്വസിച്ച് ഇത് പറയാം. ഇത് എന്തൊക്കെയോ എൻ്റെ അനുഭവം ഇങ്ങനെ ഉണ്ട്. ഞാനിങ്ങനെ ഇത്രയും വർഷത്തെ എനിക്ക് അനുഭവമാണല്ലോ ഗുരു, അത് വെച്ചൊക്കെ എന്തൊക്കെയോ പറയുന്നു, അത്രയേ ഉള്ളൂ. അതെന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? ഭഗവാൻ പരമാത്മാവ് വിചാരിച്ചാൽ എന്തും സാധ്യമാക്കാമല്ലോ, നമ്മുടെ ആഗ്രഹം പോലാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വന്നു? ദൈവമതം ആർക്കറിയാവൂ? അതാണ് ഇവിടെ പറയുന്നത്. ഈ ശിഷ്ടരായ ഭക്തന്മാരെ എല്ലാം ദ്രോഹിച്ച ഈ ദുഷ്ടനായിരിക്കുന്ന കംസൻ്റെ ഇപ്പം അവിടെ സന്തോഷമായിട്ട് നന്നായി വാഴേണ്ട കംസനാ. എന്താ നശിക്കാൻ കാരണം? അയാളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാന്റെ മതം, ദൈവത്തിൻ്റെ ഇംഗിതം ആർക്കറിയാൻ പറ്റും? ലോകത്താർക്കും അറിയാൻ പറ്റില്ല. ഇപ്പം ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ഇപ്പം ഇച്ഛിക്കുവാണ് മതിയാക്കുക, നാളെ ഇത് ഇങ്ങോട്ട് വേണ്ട. അത് ഭഗവാന്റെ ഇച്ഛയാണ്, അത് നമ്മൾ അനുസരിക്കുക. ഇപ്പോഴൊരു ഭഗവാന്റെ ഇച്ഛ ഇങ്ങനെ, നാളെ എനിക്ക് എങ്ങനെയാണെന്ന്, ഇത് വായിക്കാനാണോ ഇത് മതിയാക്കാനാണോ എന്ന് ഭഗവാന്റെ ഇച്ഛ എനിക്കറിയില്ലല്ലോ. ഇതെല്ലാം ഭഗവാൻ ചെയ്യിക്കുന്നതാണ്, നമ്മളെല്ലാം അവിടെ അർപ്പിക്കുന്നു. ഇത് ഞാൻ ചെയ്യുന്നതല്ല, ഞാൻ അന്നോട്ടേ പറയുന്നു. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. നാളെ ഇത് ഇന്നിപ്പോൾ നിർത്താൻ പറഞ്ഞാൽ ഓക്കെ. എന്നെയും മാതാവായി മേവിന യശോദയെ തന്നെയും ദിനം പ്രതി ഒന്നിച്ച് വസിച്ചൊരു ഗോപാല ബാലരെയും ഗോകുലത്തെയും ഗോപികാജനത്തെയും ഗോവത്സ വൃന്ദത്തെയും ഗോവർദ്ധന അദ്രിയെയും പർവ്വതം കാളന്തി തീരത്തെയും ഗോവിന്ദൻ കൃഷ്ണനുണ്ണി എൻ മകൻ മറന്നിതോ. നന്ദഗോപർ ചോദിക്കുകയാണ്, എന്നെയും, അതായത് നന്ദഗോപരെയും യശോദാമ്മയെയും മാതാവ്, അപ്പം യശോദയെ തന്നെയും ദിനം പ്രതി ഒന്നിച്ച് വസിച്ചതാരാ? ഗോപാലന്മാർ, ഗോവത്സങ്ങളും ഗോക്കളും ഗോപിമാരും എല്ലാവരും ഒന്നിച്ച് വസിച്ചു ദിനം പ്രതി. ഗോകുലത്തെയും ആ ഗ്രാമം, അവിടെ ഉള്ള ആ സ്ഥലത്തെയും ഗോപികാജനത്തെയും നാരികളായ ഗോപസ്ത്രീകളെയും ഗോവത്സ വൃന്ദത്തെയും ഗോക്കട കുട്ടികൾ പശുക്കുട്ടികളെയും ഗോവർദ്ധനാദ്രിയെയും ഗോവർദ്ധന പർവ്വതത്തെയും, അവിടെ അല്ലേ എപ്പോഴും ഭഗവാൻ അവിടെ അല്ലേ പശുക്കളെയും കൊണ്ട് തീറ്റുന്ന ഗോവർദ്ധനഗിരിയുടെ താഴ്വരയിൽ കാളന്തി തീരത്തെയും, കാളന്തിയിലാണല്ലോ ഇറങ്ങി കുളിക്കുകയും വെള്ളം കുടിക്കുകയും പശുക്കൾക്ക് കുടിക്കുന്നതും, ഇതൊക്കെയും ഗോവിന്ദൻ കൃഷ്ണൻ ഉണ്ണി എൻ മകൻ, ഇതൊക്കെ മറന്നിതോ? എത്ര നാളുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടെ പെട്ടെന്നല്ലേ നിന്ന നിലയിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ സഹിക്കും. ഈ ഒന്നിച്ച് കഴിഞ്ഞുകൂടിയ ഈ ഗോപികളും ഗോപിമാരും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഭഗവാൻ ഇതൊക്കെ മറന്നു. കൃഷ്ണൻ മറന്നു. ഭഗവാൻ എന്നല്ല, ഞാൻ പറയുമ്പം ഭഗവാൻ എന്ന് പറയുന്നു. എൻ മകൻ എന്നാണ്. അവിടെ മകനല്ലേ, അവർക്ക് ഭഗവാനായിട്ടല്ലല്ലോ കാണുന്നത്, അവിടെ കുഞ്ഞു മകനായിട്ടല്ലേ, സോനു അല്ലേ. ഞാൻ പറയുമ്പോൾ ഭഗവാനെന്നും കണ്ണനെന്നൊക്കെ നമ്മൾ പറയുന്നു. അതുകൊണ്ട് എൻ്റെ മകൻ ഇതൊക്കെ മറന്നു. ഈ കാളന്തി തീരവും എന്നെയും യശോദാമ്മയെയും ഈ കുട്ടികളെയും ഗോക്കളെയും ഗോവത്സത്തെയും ഒക്കെ മറന്നിതോ? കൃഷ്ണനെ കാണാകയാൽ ദുഃഖിച്ചു വസിക്കുന്നോരുഷ്ണം ഞങ്ങൾക്ക് തീർപ്പാൻ ജനം വസിക്കുന്നോരു നിലം കാണാനായി വരുമോ നാരായണൻ. തൊണ്ടവയ്യ. കൃഷ്ണനെ കാണാഞ്ഞിട്ട് ദുഃഖിച്ച് വസിക്കുകയാണ് അവരെല്ലാവരും, മാതാവും പിതാവും അവിടെയുള്ള ജനങ്ങളും നാരിമാരും ഗോപികളും എല്ലാവരും, പശുക്കൾ വരെ. അവർക്ക് അറിഞ്ഞൂടെ ഭഗവാന്? പശുവിന് മിണ്ടാൻ അറിഞ്ഞൂടുന്നല്ലേ ഉള്ളൂ, അവർക്ക് എത്രയോ സ്നേഹം കാണും. അപ്പോൾ അവരെല്ലാവരും കൃഷ്ണനെ കാണാകിയാൽ ദുഃഖിച്ചാണ് വസിക്കുന്നവർ. ഉഷ്ണം, അത്രയ്ക്ക് താപമുണ്ട് അവർക്ക്, എല്ലാവർക്കും വിഷമമുണ്ട്. ഉഷ്ണം വെച്ചാൽ എന്താണ്? ദുഃഖം. ഉഷ്ണം ചൂടെന്ന അർത്ഥമുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളം ചൂടാവുന്നു. ഉള്ളത്തിൽ പ്രയാസം വരുമ്പോൾ ഉള്ളം പഴുത്ത് ചൂടാവും. ഇവിടെ അച്ഛനും അമ്മയ്ക്കും, അതായത് നന്ദഗോപർക്കും യശോദയ്ക്കും മറ്റുള്ള എല്ലാവർക്കും ഈ ഉഷ്ണം അവിടെ സഹിക്ക വയ്യ, കൃഷ്ണനെ കാണാത്തത് കൊണ്ട്. എപ്പോഴും ഒന്നിച്ച് നടക്കുന്ന കുഞ്ഞിനെ പെട്ടെന്ന് അവരെങ്ങനെ മാറ്റി നിർത്താൻ പറ്റും? അതുകൊണ്ട് ഉഷ്ണം ഞങ്ങൾക്ക് ഇത്ര ദുഃഖം തീർപ്പാൻ ഈ ജനം വസിക്കുന്നവർ നിലം കാണാൻ, ഇങ്ങനെയുള്ള വിഷമം അനുഭവിച്ച് നടക്കുന്ന ഈ ജനങ്ങളെ, അച്ഛനെയും അമ്മയെയും ഈ ജനങ്ങളെയും പശുക്കളെയും എല്ലാം കാണാൻ, ഈ പർവ്വതവും ഗോവർദ്ധനഗിരിയും നദിയും കാളന്തി നദിയും ഇതൊക്കെ കാണാൻ ഈ ജനങ്ങളെ
ഒക്കെ ഇവിടെ വസിക്കുന്നു. ഇവരെല്ലാം ഇങ്ങനെ കാണാൻ വരുമോ നാരായണൻ, ഭഗവാൻ ഇവിടെ വരുമോ എല്ലാം ചോദിക്കുക. തന്നെ ചോദിക്കുന്നതിൽ ഇതാരും കേൾക്കുന്നു. ഉദ്ധവരോടിങ്ങനെ പറയുക നന്ദഗോപരുടെ വിഷമം. വന്നിടുന്നാകിൽ മമ ബാലകൻ മുഖാംബുജം മന്ദഹാസേന കാണായിരുന്നു നമുക്കതും. ഒന്ന് വന്നിരുന്നെങ്കിൽ എൻ്റെ കണ്ണൻ, എൻ്റെ കുഞ്ഞ് മാമ ബാലകൻ, എൻ്റെ മകൻ കുഞ്ഞ് ബാലകൻ മുഖാംബുജ മകൻ്റെ ഈ അംബുജം താമര പോലിരിക്കുന്ന ആ മുഖം, മന്ദഹാസേന പുഞ്ചിരിയോടുകൂടിയിരിക്കുന്ന ആ മുഖം, വികസിച്ചിരിക്കുന്ന താമര പോലിരിക്കുന്ന ആ മുഖം ഒന്ന് കാണാമായിരുന്നല്ലോ ദൈവമേ എന്ന് ആ പിതാവ് പറയുന്നു. നമുക്കൊന്ന് കാണാമായിരുന്നു, വന്നിരുന്നെങ്കിൽ. കഷ്ടം, ഉദ്ധവരെ പറഞ്ഞു വിട്ടിട്ട് ഭഗവാനും കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. പക്ഷേ ഭഗവാൻ വന്നില്ല. ഭഗവാന്റെ സന്ദേശങ്ങളെല്ലാം, കൃഷ്ണൻ്റെ സന്ദേശങ്ങളെല്ലാം, ദുഃഖങ്ങളെല്ലാം, ഇവരുടെ വിഷമങ്ങളെല്ലാം മാറ്റി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിട്ടതാ. ഇവരെ സമാധാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഉദ്ധവരെ വിട്ടാലും മകനെ കാണേണ്ടത് കണ്ടല്ലേ പറ്റും. അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഒന്ന് വന്നിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കണ്ട് കാണാമായിരുന്നു നമുക്ക്. അന്നന്നു പലതരം ആപത്ത് വന്നതെല്ലാം ഒന്നൊഴിയാതെ തീർത്ത് രക്ഷിച്ച വൃത്താന്തവും. കാരണം കുഞ്ഞ് അവിടെ വളർന്ന സമയത്ത് ഓരോ ദിവസവും ഓരോരോ ദുഃഖങ്ങളല്ലേ വന്ന്, ആപത്തുകൾ, പൂതന തൊട്ട് എന്തെല്ലാം ആപത്തുകൾ 15-ൻ്റെ അന്നോട്ട് തുടങ്ങിയതാ. പൊടി കുഞ്ഞല്ലേ, അപ്പോഴെല്ലാം എന്തെല്ലാം ത്യാഗവും വിഷമങ്ങളെല്ലാം സഹിച്ച കൃഷ്ണൻ. എന്തെങ്കിലും ഒരു ദുഃഖം അമ്മയോടോ, അതായത് നന്ദഗോപുരടുത്തോ യശോടത്തോ എന്തെങ്കിലും ഒന്ന് പറയോ കരയോ, എന്താ അമ്മ എനിക്ക് ഇങ്ങനെയൊക്കെ പൂതന ഇങ്ങനെ വരുന്ന, അല്ലെങ്കിൽ മറ്റേ ശകടനും അതും ഇതൊക്കെ വന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ഒരു ചോദ്യം ആ ഭഗവാൻ ചോദിച്ചിട്ടുണ്ടോ? ഇതിലെങ്ങും പറഞ്ഞിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ കണ്ണിൽ പെടാത്ത. പക്ഷേ ഇതുവരെ ഒരു സങ്കടാവസ്ഥയായിട്ട് ആ കുട്ടി പറഞ്ഞിട്ടില്ല. എല്ലാം അതിനുവേണ്ടി ഭഗവാൻ അവതരിച്ചു. അത് ധൈര്യപൂർവ്വം അതെല്ലാം കർമ്മങ്ങൾ ചെയ്തു. ധൈര്യപൂർവ്വം ഒരു സങ്കടവും വന്നില്ല. എല്ലായിടും ചിരിച്ചുകൊണ്ട് തന്നെ മന്ദഹാസത്തോട് തന്നെയാണ് അതെല്ലാം ചെയ്തു തീർത്തത്. തൊഴിലെല്ലാം, എന്താ കർമ്മങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് അന്നന്ന് പലതരം ആപത്ത് വന്നു. പിതാവിന് അങ്ങനല്ലേ പറയാൻ പറ്റൂ. ഒരുപാട് ആപത്തുകളെല്ലാം വന്നു, അത് ഒന്നൊഴിയാതെ എല്ലാം എന്ത് വന്നു, എല്ലാത്തിനും ആപത്തുകളെല്ലാം ഭഗവാൻ തന്നെ തീർത്ത് എല്ലാവരെയും രക്ഷിച്ച വൃത്താന്തവും. കൽപ്പക വൃക്ഷത്തിന് തുല്യനാം കൃഷ്ണനുണ്ട്. ഒരു കൽപ്പക വൃക്ഷം എങ്ങനെയാ, എന്തും ആ വൃക്ഷത്തിൽ നിന്ന് കിട്ടും. അതുപോലെയാണ് കൽപ്പക വൃക്ഷമാണ് ഭഗവാൻ കൃഷ്ണൻ. സർവർക്കും എന്താണ് ആവശ്യം അത് അതുപോലെ നിവർത്തിച്ചു കൊടുക്കുന്ന കൃഷ്ണൻ. കൽപ്പക വൃക്ഷത്തിന് തുല്യനാം കൃഷ്ണൻ ഉണ്ണി. അല്പൻ അവൻ അല്ല, അവയെല്ലാം എന്മകൻ മറക്കുമോ? ആ കൃഷ്ണനുണ്ണി ഇതൊന്നും മറക്കത്തില്ല. നമ്മളൊക്കെ മറക്കുമോ? ഇവിടെ വരുമോ? ഒന്ന് വന്നേ കാണാമായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയുന്നത്, കൽപ്പക വൃക്ഷത്തിന് തുല്യനാണ് എൻ്റെ കണ്ണനുണ്ണി. അതുകൊണ്ട് ഒന്നും ആരെയും മറക്കത്തില്ല. എന്മകൻ മറക്കുമോ? മറക്കത്തില്ല എന്നുള്ള ചിന്തയിലാണ്. ഇങ്ങനെ കൽപ്പവൃക്ഷത്തിന് തുല്യനാം കൃഷ്ണൻ ഉണ്ണി. അല്പനല്ല, അവ എല്ലാം എന്മകൻ മറക്കുമോ? ഒന്നും മറക്കത്തില്ല. നല്ലവനാണ്. എല്ലാവരും കൽപ്പവൃക്ഷമാണല്ലോ തുല്യം, അപ്പോൾ പിന്നെ മറക്കൂ. എന്നാലും ചോദിക്കുന്നത്, ഈ കൃഷ്ണൻ എൻ്റെ മകൻ നമ്മളെയൊക്കെ മറന്നു പോകുമോ? ബാലന്മാരൊരുമിച്ചു കളിക്കും വൃന്ദാവന ദേശങ്ങൾ, ഗോകുലവും കാളന്തി തടമതും നോക്കുകിൽ എൻ മകനോടുള്ളൊരു വിയോഗത്താൽ വായിക്കുന്നു സന്താപവും പോഷ്കല്ലെന്നറിയടോ. അപ്പോൾ ബാലന്മാർ, കുട്ടികളെല്ലാം ഒരുമിച്ച് കളിക്കും വൃന്ദാവനത്തിൽ. ഗോകുലവും കാളന്തി തടമതും, കാളന്തി തീരത്തും നോക്ക്. ഇതെല്ലാം ഓർത്താൽ എൻ മകനോടുള്ളൊരു വിയോഗം, ഇതൊക്കെ ഓർത്താൽ വിയോഗപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പിതാവിനെ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഇദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തിയിട്ട് കുഞ്ഞവിടെ നിന്ന് മാറിപ്പോയപ്പോൾ ഒരു വിയോഗമല്ലയോ? ഒന്നിച്ച് നിന്നതല്ലേ ഇത്ര നാൾ ഈ നദിയിലും കാളന്തിയിലും ഗോകുലത്തിലും കുട്ടികളുമായിട്ടും ഇവരുമായിട്ടെല്ലാം ഒന്നിച്ച് നിന്നൊരു കുട്ടി പെട്ടെന്ന് വിയോഗത്താൽ ദൂരെ പോയതുകൊണ്ട് വായിക്കുന്ന സന്താപം, വിഷമം അങ്ങേയറ്റം കടുക്കുന്നു പിതാവിന്. സഹിക്കാൻ വയ്യാത്ത വിഷമം, അതാണ് വായിക്കുന്നു എന്ന് പറയുന്ന സന്താപം. ദുഃഖം അതിര് കടക്കുന്നു. പോഷ്കല്ലെന്നറിയത് പോഷ്കല്ല, ഇത് യഥാർത്ഥമാണ്. ഒരു പിതാവിന് എത്രത്തോളം സന്താപം, ദുഃഖം, അത് അത്രത്തോളം അദ്ദേഹം അനുഭവിക്കുന്നു ആ വേദന. അതുകൊണ്ട് ഇത് പോഷ്കല്ല, ഇത് കള്ളമല്ല, ഇത് വെറുതെ അല്ല, അദ്ദേഹം അനുഭവിക്കുകയാണ് ആ ദുഃഖം. സുന്ദരൻ സുശീലനാം എൻ മകൻ മുഖത്തെയും മന്ദഹാസവും മൃദുമോഹനവാക്യങ്ങളും എന്നുടെ മനം തന്നിൽ ഓർക്കുന്ന നേരത്തെങ്കിൽ ഒന്നു ചെയ്തിടുവാനും തോന്നുന്നതില്ല എനിക്കും. ഭഗവാന്റെ സുന്ദരനായിരിക്കുന്ന സുശീലനുമാണ്. നല്ല ശീലമുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ എൻ മകൻ മുഖത്തെ, അങ്ങനെയുള്ള സുശീലനായിരിക്കുന്ന നല്ല ശീലത്തോടു കൂടിയ എൻ്റെ മകൻ്റെ മുഖം
മന്ദഹാസത്തോടു കൂടിയും മൃദുമോഹന വാക്യങ്ങൾ, നല്ല സുന്ദരമായ മൃദുവായ സംസാരമാണ് വാക്യങ്ങളൊക്കെ പറയുന്നതും. എന്നോട് മനം, പിതാവിൻ്റെ മനം തന്നിൽ ഓർക്കുന്ന നേരത്ത് ഞാനിതൊക്കെ ചിന്തിച്ചാൽ, പിതാവ് പറയുന്നു, ഇത് ഇങ്ങനെയുള്ള മകൻ്റെ കാര്യം ഞാൻ ഓർത്താൽ ഒന്നും എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല. എനിക്ക് യാതൊന്നും ശരീരം കൊണ്ട് ചെയ്യാൻ കെൽപ്പില്ല, തളരുക, ദേഹം തളർച്ചയാണ്. ശരീരത്തെ മനസ്സുകൊണ്ട് വല്ലതാക്കി ദേഹത്തെ നശിപ്പിക്കുന്നു. മനസ്സിന് വിഷമം വന്നാൽ നമുക്ക് ശരീരത്തിന് ശക്തി ഉണ്ടാകത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത് ഓർത്താൽ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. രാമകൃഷ്ണന്മാർ ജഗദീശ്വരന്മാരാമെന്ന് മാമുനി ഗർഗൻ താനും എന്നോട് മുന്നം ചൊല്ലി. രാമനും കൃഷ്ണനും നാമകരണത്തിന് ഗർഗമഹാമുനി വന്ന് നാമകരണം, അതായത് പേരിടലിന് വന്നപ്പോൾ ഒരല്പം ഈ നന്ദഗോപരോട് പറഞ്ഞു, ഈ കുട്ടികൾ ജഗദീശ്വരന്മാരാണ്, നാരായണന് സമമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു. മാമുനി ഗർഗൻ താൻ എന്നോട് മുന്നം ചൊല്ലി. 10,000 ആനയ്ക്കുള്ള ശക്തിയെ പൂണ്ടോർ അതിപാപിയാം കംസൻ തന്നെയും ചാണൂരാതി അതിവിക്രമന്മാരാ മറ്റുള്ളവർ അസുരരെ അതിഘോരത്വമാർന്ന പൂതനാദികളെയും അതിവിക്രമത്തോടും കൊന്നത് പാർത്തിടുകിൽ മതിയിൽ നിശ്ചയിക്കാം ഈശ്വരന്മാരെന്നതും. മതിയിൽ മനസ്സിൽ നിശ്ചയിക്കാം ഇവർ ഈശ്വരന്മാരാണെന്ന്. കാരണം ഇത്രയെല്ലാം ഘോരന്മാരായ അസുരന്മാരും പൂതനെല്ലാം വധിച്ചതുകൊണ്ട് അന്ന് ഗർഗമഹാമുനി പറഞ്ഞു ഇവർ ജഗദീശ്വരന്മാരാണെന്ന്. പക്ഷേ അന്ന് അത് പറഞ്ഞെങ്കിൽ ഇത്രയ്ക്കൊന്നും കാര്യമാക്കിയില്ല. ഇപ്പോൾ പൂതന തൊട്ട് ഒരുപാട് ദുഷ്ടന്മാരെല്ലാം ഭഗവാൻ നിഗ്രഹിച്ചത് കൊണ്ട് ഇപ്പം മതിയിൽ മനസ്സിൽ നിശ്ചയിക്കാം ഈശ്വരന്മാർ തന്നെ എന്ന്. അപ്പോൾ നന്ദഗോപർക്ക് മനസ്സിൽ ഇപ്പോൾ വിശ്വാസമായി. അന്ന് ഗർഗമഹാമുനി ഇങ്ങനെ ഇവർ ജഗദീശ്വരന്മാരാണ് എന്ന് വെട്ടം പൊട്ടിച്ചങ്ങ് പറഞ്ഞില്ല, ഒരു ലാഞ്ചനം. കാരണം കംസൻ അറിയാതാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് യഥാർത്ഥമൊന്നും അങ്ങ് പറഞ്ഞു കൊടുത്തില്ല. ഗർഗമഹാമുനിക്ക് എല്ലാം അറിയാം, പക്ഷേ നന്ദഗോപരോട് പറഞ്ഞ് വെളിയിലാക്കണ്ടെന്ന് കരുതി ഒരു അല്പം ഇവർ ഭഗവാൻ നാരായണൻ്റെ സമമാണ് ഇവർ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. അതിപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഇതാ കാരണം ഗർഗമഹാമുനി എന്ന് പറഞ്ഞത് ഇവർ ജഗദീശ്വരൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും പൂതന തുടങ്ങി 15ൻ്റെ അന്നോട്ട് പൂതന അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഈ പേരെന്ത് അസുരന്മാരെ വധിച്ചതുകൊണ്ട് മതിയിൽ, അത് മനസ്സിൽ ഇത് നിശ്ചയിക്കാം ഇവർ ഈശ്വരൻ തന്നെ എന്ന്. എങ്കിലും സ്നേഹം പാരം നമുക്കെന്നുര ചെയ്തു. ഈശ്വരന്മാരാണെങ്കിലും മകനെ പോലുള്ള സ്നേഹം പാരം കിടക്കുന്നു. എന്താ വേരോടിപ്പോയി ഹൃദയത്തിൽ. കുഞ്ഞല്ലേ, മകനല്ലേ, ആ വേരോടിയതിനെ പിഴുതുകളയാൻ പറ്റുമോ? എത്ര ജഗദീശ്വരൻ എന്ന് പറഞ്ഞാലും അവിടെ വാത്സല്യം മകനോട് തന്നെയാണ്. അത് നമുക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ കുഞ്ഞ് ആരെങ്കിലും പറയും ഇവർ ജഗദീശ്വരനാണ്, നമ്മൾ ഭക്തിയും ബഹുമാനവും ഒക്കെ, പക്ഷെ നമ്മുടെ ഉള്ളത്തിൽ വേരൂന്നി കിടക്കുന്നത് എന്താ, സ്വന്തം മകനായിട്ടാണ്. അത് മാറാൻ പറ്റത്തില്ല, വേരൂന്നിപ്പോയി. അതുകൊണ്ട് എങ്കിലും സ്നേഹം പാരം നമുക്കെന്ന് ഉര ചെയ്തു. എന്താ കാരണം? എത്ര ജഗദീശ്വരൻ എന്ന് പറഞ്ഞാലും പാരം എന്താ സ്നേഹം, മകനെന്നുള്ള സ്നേഹം ഉര ചെയ്തു. ശങ്കയെന്നിയേ കരഞ്ഞിടിനാൻ ഇടർമുട്ടി. അങ്ങനെ എത്ര ജഗദീശ്വരൻ എന്ന് പറഞ്ഞിട്ടും ശങ്ക എന്നിയെ അവർ നിലവിളിച്ചു ആ പിതാവ്. എത്ര ഇനി ജഗദീശ്വരൻ എന്ന് പറഞ്ഞാലും സ്വന്തം മകനെ ഹൃദയത്തിൽ പിടിച്ച് ഒട്ടിച്ചു വെച്ചേന്ന്, പശുവ ചൊട്ടിച്ചിടക്കാന്ന് പിടിച്ചു വരച്ചാൽ പോകുന്നതല്ല. പക്ഷേ അച്ഛനും അമ്മയും മധുരയിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവിടുന്ന് ഇനി പിടിച്ചു വലിച്ചോണ്ട് ഇനി വരാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. വേദനിക്കാനല്ലേ പറ്റൂ പിതാവിനും മാതാവിനും. അതുകൊണ്ട് ആ തൊണ്ട ഒട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല, മുറിഞ്ഞു പോകും ചിലപ്പോൾ. അങ്ങനെ മതിയിൽ നിശ്ചയിക്കാം ഈശ്വരന്മാരാണെന്ന് മനസ്സുകൊണ്ട് നമുക്ക് നിശ്ചയിക്കാം. അതേ ഒക്കൂ, മനസ്സിനകത്ത് ഈശ്വരന്മാർ തന്നെയാണ്. പക്ഷേ എങ്കിലും സ്നേഹം പാരം നമുക്കെന്ന് ഉര ചെയ്തു. ശങ്കയെന്നിയേ കരഞ്ഞിടാൻ ഇടർ മുട്ടിപ്പോയി, സങ്കടപ്പെട്ടു പോയി. എങ്ങനെ എനിക്ക് ഈശ്വരനൊന്നും വേണ്ട, ഈശ്വരനൊക്കെ തന്നെ, പക്ഷേ എനിക്കെൻ്റെ കുഞ്ഞ് മതി. ഇടർമുട്ടി എന്ത് ചെയ്തു? അശ്രുക്കൾ വീഴ്ത്തിക്കൊണ്ട് നിശബ്ദ സംയുക്തനായി വിശ്വനാഥനെ തന്നെ മനസ്സിൽ നിർത്തി നന്ദൻ അങ്ങനെ കരഞ്ഞു. ഇടർമുട്ടി ശങ്ക എന്നിയെ ഒരു ദാക്ഷിണ്യം കൂടാതെ അദ്ദേഹത്തിന് മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി കവിഞ്ഞു. കരഞ്ഞിടുന്ന ഇടർമുട്ടിയത് എന്താണ്? എടുത്തങ്ങ് ചാടുക, നിലവിളി, കരച്ചിൽ. എങ്ങനെ സഹിക്കും? കുഞ്ഞിനെ വളർത്തി വേരൂന്നി ഹൃദയം മൊത്തം പതിച്ചു വെച്ചേക്കുന്ന കുഞ്ഞിനെ മറ്റ് എവിടെയും പോയി നിൽക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അവകാശം പോയല്ലോ എന്നൊരു, നമുക്കങ്ങനെ നമ്മുടെ മക്കളുള്ളൊരു അവകാശം നമുക്കുണ്ട്.
അത് തൂത്താലും പച്ചാലും എങ്ങനെയായാലും അത് പോകത്തില്ല. എത്ര നമ്മളെല്ലാം ത്യജിച്ചെന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ എന്താ പറയുക, ഞാനിപ്പോൾ എല്ലാം നമ്മൾ മനസ്സുകൊണ്ടെല്ലാം ത്യജിക്കുന്ന പറഞ്ഞാൽ നമുക്കുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വേരോട്ടൊക്കെ എങ്ങനെ എടുത്ത് കളയാൻ പറ്റും? അതല്ലേ നന്ദഗോപുരം അനുഭവിക്കുന്നത്? അങ്ങനെയല്ലേ മനസ്സിലിരിക്കുന്നത്? വേരൂന്നിപ്പോയില്ലേ? സ്വന്തം കുഞ്ഞാണെന്നല്ലേ വളർത്തിയത്. അപ്പം വളർത്തു സ്നേഹവും സ്വന്തം കുഞ്ഞും കൂടെ ആണുള്ള ചിന്തയിൽ വരുമ്പം ഇപ്പോൾ വളർത്തു സ്നേഹം മാത്രമേ വരുന്നുള്ളൂ. ഉടമസ്ഥൻ വേറെ ആകുന്ന ആ ഒരു വേദന ഹൃദയം പൊട്ടുന്ന വേദനയാണ്. അപ്പോൾ കരഞ്ഞീടിനാൽ ഇടർമുട്ടി അശ്രുക്കൾ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് നിശബ്ദ സംയുക്തനായി എന്ത് ചെയ്തു? വിശ്വനാഥനെ തന്നെ മനസ്സിൽ നിർത്തി. പരമാത്മാവായ ഭഗവാൻ തന്നെ അങ്ങ് മനസ്സിൽ നിർത്തി. എന്താ സമാധാനം വേണ്ടേ? ഭഗവാനെ തന്നെ മനസ്സിൽ നിർത്തിയിട്ട് നന്ദൻ എന്ത് ചെയ്തു? പുത്രൻ്റെ ഗുണഗണം വർണ്ണിക്കുന്ന അത് കേട്ട് ചിത്തവും അലിഞ്ഞുടൻ. ഇങ്ങനെയെല്ലാം പറഞ്ഞും കൊണ്ട് കരയുന്നെല്ലാം ആര് കേൾക്കുന്നു? പുത്രൻ്റെ ഈ ഗുണഗണങ്ങൾ. ഇത് ഉദ്ധവരും ഈ നന്ദഗോപരുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആരാ അവിടെ നിന്ന് കേൾക്കുന്നത്? അമ്മ യശോദ. അങ്ങനെ ഈ ഗുണഗണം, കുഞ്ഞിൻ്റെ ഗുണഗണം വർണ്ണിക്കുന്നത് കേട്ട് ചിത്തവും അലിഞ്ഞ്, അവരുടെ ഉള്ളം അങ്ങ് അലിഞ്ഞു. മുലയും ചുരന്നിട്ട്, കാരണം പരമാത്മാവാണല്ലോ എൻ്റെ കുഞ്ഞ് കൃഷ്ണൻ ഈശ്വരനാണല്ലോ. ഇത് എല്ലാം വേദനയും അതിൻ്റെ കൂടെ മനസ്സ് അലിയും കൂടെ ചെയ്യുന്നത് എല്ലാം കൂടെ ഒത്തൊരുമ. അത് ഈശ്വരനുമാണ്, എൻ്റെ കുഞ്ഞ് ഈശ്വരനാണെന്നൊക്കെ ഒരു അലിഞ്ഞ ഒരു അങ്ങനെയാണ് അവിടെ മുലയും ചുരന്നിട്ട്. നമുക്ക് ഇത് പറയുമ്പോൾ നമ്മൾക്ക് രോമാഞ്ചം ഉണ്ടാവുന്നില്ലേ? ആ ഒരു രോമാഞ്ചത്തിൻ്റെ അവസ്ഥയാണ് ആ അമ്മയ്ക്ക് മുല ചുരക്കുന്നത് പറയുന്നത്. അവരിതെല്ലാം കേട്ടങ്ങ് ലയിക്കുവാണ്. എൻ്റെ മകൻ ഈശ്വരനാണല്ലോ എന്നൊരു ചിന്തയും എല്ലാവരും വരുമ്പോൾ ചിത്തവും അലിഞ്ഞുടൻ മുലയും ചുരന്നിട്ട് നമുക്ക് ദേഹം അടിയൊട്ട് മുടി വരെ അല്ലെങ്കിൽ മുടിയൊട്ട് നഖം വരെയും രോമാഞ്ചം കൊള്ളുന്ന എങ്ങനെയാണ് ഒരു എല്ലാ സർവ്വ അംഗങ്ങളിലും. അതുപോലെ ആ അമ്മയും യശോദാമ്മയും അങ്ങനെ അതിനാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ചിത്തത്തിൽ കൃഷ്ണൻ തന്നെ ധ്യാനിച്ചു. നേത്രാമ്പുക്കൾ എത്രയും വീഴ്ത്തി നിന്നിതു യശോദയും. നേത്രം കണ്ണിൽ കൂടെ അമ്പു വെള്ളം ജലം കണ്ണുനീരൊഴുകി വീഴ്ത്തി നിന്നു യശോദ. സങ്കടം ഇതെല്ലാം പറയുന്നതെല്ലാം അടുത്തുനിന്ന് കേൾക്കുന്നു. നന്ദഗോപരുടെ ദുഃഖവും നന്ദഗോപരുടെ നിലവിളിയും അതെല്ലാം എന്നിട്ട് ചിത്തം മനസ്സിലാക്കി ഒരു അനങ്ങാതെ മൗനമായിട്ട് നന്ദഗോപർ അങ്ങനെ വിശ്വനാഥനെ തന്നെ, ലോകത്തിൻ്റെ വിശ്വത്തിൻ്റെ നാഥനായ പരമാത്മാവിനെ തന്നെ ചിന്തിച്ച് നിശബ്ദമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് യശോദാമ്മ എന്ത് ചെയ്യുന്നു? അവരും ചിത്തത്തിൽ ലയിച്ചിങ്ങനെ അലിഞ്ഞ് മുലയും ചുരന്നിട്ട് ചിത്തത്തിൽ കൃഷ്ണനെ തന്നെ ധ്യാനിച്ചു. ഭഗവാൻ വിശ്വനാഥനാണെന്ന് കണ്ട് ആ കുഞ്ഞിനെ തന്നെ ധ്യാനിച്ചു. എന്ത് ചെയ്യുന്നു? നേത്രാംബുവം എത്രയും വീഴ്ത്തി നിന്നിതു യശോദയും. പരമാത്മ തന്നെ ലയിച്ചു രണ്ടുപേര്. അപ്പോൾ അവർ മോക്ഷപ്രാപ്തി അവർക്കായി. അതാണ് ചിത്തം ലയിക്കുക, പരമാനന്ദത്തിൽ അനുഭവിക്കുന്നു അമ്മയും അച്ഛനും. കാരണം ഭഗവാൻ വളർത്താൻ്റെ ഭാഗ്യം നന്ദഗോപർക്കും യശോദയ്ക്കും. അവരിതെല്ലാം സങ്കടവും അനുഭവിക്കുന്നുണ്ട്, ആനന്ദം ലയിക്കുകയും ചെയ്യുന്നു. എൻ്റെ കുഞ്ഞ് പരമാത്മാവാണല്ലോ. അങ്ങനെ ആ അമ്മ അതിൽ ലയിച്ചു. മുലയും ചുരന്ന് ദേഹാസകലം പുളകാഞ്ചിതയായി നന്ദഗോപുരം ധ്യാനിച്ച് വിശ്വനാഥനെ തന്നെ ധ്യാനിച്ച് അദ്ദേഹവും യശോദാമ്മയും എന്ത് ചെയ്യുന്നു? ധ്യാനിച്ച് നേത്രാംബവും എത്രയും വീഴ്ത്തി നിന്നു യശോദയും. അന്നിങ്ങനെ രണ്ടുപേരും അങ്ങനെയായി. ഇത്തരം അവരുടെ ഈ ഭക്തി കണ്ട് ഉദ്ധവർ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഈ അച്ഛനും അമ്മയുടെ കർമ്മം ചെയ്യുക. എന്താ കർമ്മം? ആത്മാവിൽ നിറയുന്നു, പരമാത്മാവിൽ ലയിക്കുന്നു. പിതാവ് വിശ്വനാഥനെ തന്നെ ധ്യാനിച്ച് പരമാത്മാവായ നാരായണനാണ് കൃഷ്ണനെന്ന് കണ്ട് ആ വിശ്വനാഥനെ തന്നെ ധ്യാനിച്ച് അദ്ദേഹം മൗനിയായി അതിൽ തന്നെ ലയിച്ചു. അമ്മ അതെല്ലാം കേട്ട് കണ്ണുനീരൊഴുകി കൃഷ്ണനെ തന്നെ ധ്യാനിച്ചു. അവർ നിന്നു. ഇതെല്ലാം ആര് കാണുന്നു? ഉദ്ധവർ. ഇത്തരം അവരുടെ ഭക്തി കണ്ട് ഉദ്ധവനും ചിത്തത്തിൽ ബഹുമാനിച്ച് ആനന്ദാത്മനാ ചൊന്നാൻ. അപ്പം ഇങ്ങനൊരു ഭക്തി അമ്മയാണ് അച്ഛനാണ്, എന്നാലോ ആ ലയം കണ്ടു. പരമാത്മാവായിട്ട് അവർ ലയിക്കുന്നു, ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു അതിൽ കൂടെ. ഇത്രയും കേട്ട് അവർ ആ സങ്കടവും അതിനിടയ്ക്കൂടെ ഈശ്വരനാണുള്ള ലയവും കൂടെ പ്രാപിച്ച് അവർ ആനന്ദാനുഭൂതിയിൽ തന്നെ അവർ നിൽക്കുന്നു. അപ്പോൾ ഇത് ആ ഉദ്ധവരെ കണ്ടിട്ട് പറഞ്ഞ് ചിത്തത്തിൽ ബഹുമാനിച്ച് അദ്ദേഹം നന്നായി ഇവരെ ബഹുമാനിച്ചിട്ട് ആനന്ദാത്മന പറയുന്നു, ആനന്ദം കൊണ്ട് പറയുന്നു, ഇത്തരം കൃഷ്ണഭക്തിയുള്ളോരു നിങ്ങൾ പാർത്താൽ ഉത്തമോത്തമന്മാരാമില്ല സംശയമേതും. നിങ്ങളുടെ ഈ ഭക്തി കണ്ടിട്ട് എന്താ ഓർത്താൽ, ഇത് കണ്ടാൽ ഉത്തമോത്തമന്മാരാം, ഒരു സംശയവുമില്ല. നിങ്ങൾ ഉത്തമന്മാരിലും ഉത്തമനാണെന്ന് പറഞ്ഞു ഈ നന്ദഗോപര്.
അങ്ങനെ സംശയം, അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഉത്തമന്മാരാണ്, ഉത്തമനിലും ഉത്തമനാണെന്ന്, രണ്ടുപേരും അങ്ങനെയാണെന്ന് അതിനൊരു സംശയവുമില്ല. മൃത്യു സന്നിഗ്ധ കാലം ആനന്ദാമൃതനായ, അതായത് മരണം അടുക്കുന്ന സമയം, മരണ സന്നിഗ്ധ കാലം ആനന്ദാമൃതനായ, മരണം അടുക്കുന്ന സമയം ചിൽസ്വരൂപനാ കൃഷ്ണം കാൽക്ഷണം എന്നാകിലും ചിത്തത്തിൽ സ്മരിക്കിലോ മോക്ഷവും വന്നുകൂടും. അതായത് ഭഗവാനെ തന്നെ ഇപ്പം നമുക്ക് മരണം അടുക്കുന്ന സമയത്തെങ്കിലും ഒരു കാൽ ക്ഷണം, ഒരു ക്ഷണം പോലും അന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു കാൽ പങ്ക് പോലും ആ മരണസമയത്ത് നമ്മൾ ഭഗവാനെ സ്മരിച്ചാൽ മതി. എന്ത് കിട്ടും? മോക്ഷം. ചിൽസ്വരൂപനാ കൃഷ്ണൻ, ചിൽസ്വരൂപനായിരുന്ന ഭഗവാനെ ഒരു അല്പസമയമെങ്കിലും നമ്മളെ ചിത്തത്തിൽ, നമ്മുടെ മനസ്സിലൊന്ന് സ്മരിച്ചാൽ, ഒന്ന് ഓർത്താൽ എന്ത് വരും? മോക്ഷം വന്നുകൊണ്ട്. നമ്മൾ മരണസമയത്ത് അതല്ലേ, അതിന് നേരത്തെ എന്ത് വേണം? നമ്മൾ നേരത്തെ പ്രയത്നം ചെയ്ത് വെച്ചേക്കണം. എല്ലാ സമയത്തും വിളിച്ചാൽ ഈശ്വരന് സ്നേഹം ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ എല്ലാം ഇതുപോലെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും എല്ലാം ഭഗവാനോട് ചേർന്ന് ലയിച്ചിരിക്കുന്ന ഒരു വ്യക്തി വയ്യാതൊന്നായിപ്പോയി, അന്നേരം നമുക്ക് ഒന്നുകൊണ്ട് നമുക്ക് ചിലപ്പം വയ്യാതെ ആയിപ്പോവും, നാക്കെടുത്ത് സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ ചിലപ്പോൾ അറിവില്ലാതെ ആയിപ്പോവും. ആ സമയം ചിലപ്പോൾ ഭഗവാനൊരു ഓർമ്മ കൊടുക്കും. ഭക്തന്മാർക്ക് അങ്ങനെയാണ്. മരണത്തിലേക്ക് അടുത്ത് വരുമ്പോൾ എല്ലാവരെയും അറിയാനും കേൾക്കാനും യാത്ര പോകുകയാണെന്നുള്ള ഒരു ചിന്ത ഉള്ളിലുണ്ടാകും. അപ്പോഴവർ ഒരു ഈശ്വരനൊരു ഓർമ്മ കൊടുക്കും. അപ്പോൾ എന്ത് വരും? ഭഗവാൻ എന്ന് ചിന്തിക്കും. അത് കാൽക്ഷണം പോലും അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ പോലും നമുക്ക് മോക്ഷം വന്നുകൂടുമെന്ന ഇത്തരം സർവ്വവേദ സമ്മതമാണത്. അത് ഈ വേദമൊത്തം അത് തന്നെ പറയാം. ഒരു അല്പസമയം നമ്മൾ ഭഗവാനിൽ നിന്ന് ഒരു അറിയണം, വെറുതെ അല്ല, ഉള്ളത്തിൽ നിന്ന് വരണം, ഹൃദയത്തിൽ നിന്ന് വരണം. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ പോലും ഒരു മരണസമയത്തും ഒന്ന് ചിന്തിച്ചാൽ മതി, അവർക്ക് മോക്ഷം കിട്ടും. അത് എങ്ങനെയാ? ഇത് സർവ്വവേദ സമ്മതമാണ്, അല്ല വേറെ ആരും പറയുന്നതല്ല. ഇത് വേദം സംബന്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സർവദാ കൃഷ്ണഭക്തി ഈ വണ്ണമുള്ള നിങ്ങളോ നിർവാണപദം പോകും ജന്മവും സഫലമായി. അതാണ്. അപ്പം ഒരു ക്ഷണം പോലും, ഒരു ക്ഷണമല്ല, ഒരു ക്ഷണത്തിൻ്റെ കാൽ ക്ഷണമെങ്കിലും ഒരു സ്മരിച്ചാൽ മതി മരണസമയത്ത് നമ്മൾ ഭഗവാനെ. അപ്പോൾ അവർ ഈശ്വരനിലേക്ക് തന്നെ പോകും, മോക്ഷം പ്രാപിക്കാം. അക്കണക്കിന് ഇവരോ ഇത്തരം സർവ്വവേദ സമ്മതമാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഇവർ സർവദാ കൃഷ്ണഭക്തി ഈ വണ്ണമുണ്ടെങ്കിലോ ഈ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും കൃഷ്ണനുള്ള ചിന്ത. ഇനിയിപ്പം അതിന് അവരുടെ മരണം വരെ അതല്ലേ ഓർമ്മ ഭഗവാൻ. ഇപ്പോൾ കംസൻ ദേഷിച്ച് ശത്രുവായി നിന്നുകൊണ്ട് തന്നെ കൃഷ്ണ പറഞ്ഞിട്ട് മോക്ഷത്തിലേക്ക് പോയി. അപ്പോൾ എൻ്റെ കുഞ്ഞ് എന്നുള്ള ചിന്ത, കൃഷ്ണ എന്നുള്ള ചിന്ത അവരുടെ മരണം വരെ എന്തൊരു ആനന്ദമായിരിക്കും. അപ്പോൾ എന്തൊരു മോക്ഷം അവർക്ക് കിട്ടുന്നത്. അതിന് ഡബിൾ മോക്ഷം, അത് ത്രിപിളോ എങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് സർവദാ അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ എപ്പോഴും കൃഷ്ണനെ ഭജിക്കൂ. നമുക്കും ഇതന്നെ അവസ്ഥ. നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ അമ്മയോ സഹോദരിയോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, എപ്പോഴും നമുക്കും ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ. അപ്പം എന്ത് വരും? ഇവരെ പോലെ ആകാം. ഇത്ര സർവദാ കൃഷ്ണഭക്തി ഈ വണ്ണമുള്ള നിങ്ങൾ ഈ കൃഷ്ണനെ ഓർത്ത് നേത്രാമ്പ് കണ്ണുനീരൊഴുകുന്ന ഈ ഭക്തിയായിരിക്കുന്ന ഈ അച്ഛനും അമ്മയുടെയും ഭക്തി കണ്ടിട്ടോ നിർവാണ പദം പോകും, ജന്മവും സഫലമായി വരും. ഇതാണ് അദ്ദേഹം പറയുന്നത്. കർമ്മങ്ങൾ അനേകമുണ്ടെന്നതങ്ങ് ഇരിക്കലും നിർമ്മലാത്മാക്കൾ നിങ്ങൾ ചെയ്യേണ്ടതില്ല ഒന്നും. ഒരുപാട് കർമ്മങ്ങൾ അനേകം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ടതില്ല. കാരണം അവർ മോക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, അവർ ലയം പ്രാപിച്ചു, ആനന്ദം അനുഭവിച്ചോടെ നിന്ന് ഭഗവാൻ തന്നെ ലയിച്ചു അവർ. അത് ഉദ്ധവർ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ കർമ്മങ്ങൾ അനേകങ്ങളുണ്ട് ചെയ്യാൻ, എന്നാലും നിങ്ങൾക്ക് ഒരു കർമ്മവും ചെയ്യേണ്ടതില്ല ഒന്നും. സംഘനാശനൻ എങ്ങും നിറഞ്ഞ പുമാൻ കൃഷ്ണൻ. സംഘനാശനൻ ഭഗവാൻ ആരുടെ സംഘമില്ല. ഇവിടെ മനുഷ്യനായിട്ട് അവതരിച്ചതുകൊണ്ടാണ് ഇവിടെ സംഘം കിടക്കുന്നത്. അല്ലെങ്കിൽ പരമാത്മാവിന് ആരോടും ഒരു സംഘവുമില്ല, ഒരു കർമ്മം ചെയ്യേണ്ടതായിട്ടും ഇല്ല. അവതരിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ കർമ്മം ചെയ്യുന്നു. എന്നാൽ എല്ലാവരോടും അച്ഛനും അമ്മയുള്ള കൃപ ഭഗവാനുണ്ട്. ആ ഒരു സംഘം കാരണം എന്താ? മനുഷ്യന് ജന്മം എടുത്തതുകൊണ്ട്. അതുകൊണ്ട് സംഘനാശനനാണ്, എങ്ങും നിറഞ്ഞ പുമാനാണ്. എല്ലാവരും നിറഞ്ഞിരിക്കുന്ന ഭഗവാന് ആരോടും സംഘമില്ല. അങ്ങനെയുള്ള ഭഗവാൻ കൃഷ്ണൻ മംഗളം വളർത്തുവാൻ നിങ്ങൾക്ക് വൈകിടാതെ പന്നീട് ഇവിടേക്ക് എന്നത് പറയണം. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇവിടെ മംഗളം വരുത്താൻ വേണ്ടി വൈകിടാതെ തന്നെ കൃഷ്ണൻ ഇവിടേക്ക് വരും. മംഗളം വളർത്തുവാൻ, ഇവിടെ നന്നാക്കുവാൻ, ഇവിടെ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറ്റി ഇവിടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആരോട് സംഘമില്ലാത്ത ഈശ്വരനാണെങ്കിലും എല്ലാ സർവ്വോടും നിറഞ്ഞു നിൽക്കുന്ന ഈ പുമാൻ കൃഷ്ണൻ എന്ത് വരും? നമുക്കിവിടെ മംഗളം വരുത്താൻ വേണ്ടി നിങ്ങളുടെ ദുഃഖങ്ങളും എല്ലാം മാറ്റി മംഗളം
നന്നായി അവർക്ക് മോക്ഷത്തിലേക്ക് കടക്കാനും അല്ലാത്ത എല്ലാ മംഗളകാര്യങ്ങളും ചെയ്തു തീർക്കാനൊക്കെ ഉണ്ട്. അതിനെല്ലാം വേണ്ടി ഭഗവാൻ ഇവിടെ വൈകിടാതെ തന്നെ ഇവിടേക്ക് വരുമെന്നറിയണം. ഭഗവാന്റെ സന്ദേശം, ഭഗവാൻ ഈ പറഞ്ഞ വാക്കുകൾ ഇവിടെ വന്ന് ഉദ്ധവർ ഇതെല്ലാം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാതെ, ആശ്വാസം കൊടുക്കാൻ അവിടെ വരെ പോകണം. ഉദ്ധവരെ പറഞ്ഞ് ഭഗവാൻ വിട്ടതല്ലേ. ഭഗവാന്റെ വാക്കുകൾ കൊടുത്ത് ഈ അമ്മയും അച്ഛനെയും ഗോപിമാരെയും ഗോപികളെയൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അച്ഛനും അമ്മയ്ക്കും ഈ ഉപദേശങ്ങൾ കൊടുക്കുന്നു. നിങ്ങളുടെ ഈ രീതിയിലുള്ള ഈ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉത്തമോത്തമന്മാരാണെന്നുള്ള ഉദ്ധവർ അതെല്ലാം അറിയിച്ചു. അതുമല്ല, നിങ്ങൾക്കിനി യാതൊന്നും ചെയ്യേണ്ടതായിട്ടും ഇല്ല. കർമ്മങ്ങൾ അനേകമുണ്ട്, എന്നാലും നിങ്ങൾ നിർമ്മലാത്മാക്കളാണ്. നിങ്ങൾ നിർമ്മലാത്മാക്കളായതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടതില്ല. സംഘനാശനാണ്. ആരോടും ഒരു സംഘം, ഒരു കെട്ട്, ഒരു എങ്ങനെ ഞാനൊന്നും എൻ്റേതുള്ള ഒരു കെട്ട് ഭഗവാനില്ല. എല്ലാവരോടും അങ്ങനെ ഒരേ സമത്വം. അമ്മയും അച്ഛനാണുള്ള പ്രത്യേക കെട്ടില്ല. പക്ഷേ ഇവിടെ മനുഷ്യനായിട്ട് അവതരിച്ചത് കൊണ്ട് വളർത്തമ്മയും വളർത്തച്ഛനായാലും സ്വന്തം അമ്മയായാലും ആ ഒരു കെട്ടുണ്ട്. അത് മനുഷ്യനായിട്ട് അവതരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് സംഘനാശനായിരിക്കുന്ന ഭഗവാൻ, ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന പുമാൻ കൃഷ്ണൻ മംഗളം വളർത്തുവാൻ നിങ്ങൾക്ക് വൈകിടാതെ തന്നെ വന്നിടും ഇവിടേക്ക് എന്നതും അറിയണം. ഇത് ഒക്കെ പറയും. നമുക്കിനി ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.